ശ്രദ്ധിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ log x ഹോൾ സ്ക്വയർ ബൈ എക്സ് ഡി എക്സ്. ഇൻ്റഗ്രൽ log x ഹോൾ സ്ക്വയർ ബൈ എക്സ് ഡി എക്സ് സബ്സ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ബ്രാക്കറ്റിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു. അതിലുപരിയായി ഡെറിവേറ്റീവ് ഉള്ളതിന് സബ്സ്റ്റിറ്റ്യൂഷൻ log എക്സിൻ്റെ ഡെറിവേറ്റീവാണ് 1/x. ഇവിടെ നമ്മൾ ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് അങ്ങ് പോകണം. നമുക്ക് എങ്ങനെ അത് ചെയ്യാമെന്ന് നോക്കാം. ശ്രദ്ധിക്കാം, ഇതാണ് പ്രോബ്ലം. log x ഹോൾ സ്ക്വയർ ബൈ എക്സ് ഡി എക്സ്. ഡെറിവേറ്റീവ് ഉള്ളതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ ബ്രാക്കറ്റ് വന്നുകൊടുത്ത് കൊടുക്കുക. log x ഈക്വൽ ടു ടി എന്ന് കൊടുക്കുക. ചിലർ യു എന്നും എടുക്കാറുണ്ട്. യു എന്ന് എടുത്താലും ശരിയാണ്. അത് നിങ്ങളുടെ ഓരോ ടീച്ചറുടെയും ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ മാറ്റാം. log xന് ടി എന്ന് കൊടുത്തു. log xൻ്റെ ഡെറിവേറ്റീവ് 1/x, ടിയുടെ വിത്ത് റെസ്പെക്ട് എക്സ് ഡി ടി ബൈ ഡി എക്സ്. അപ്പം നമുക്കിവിടെ 1 ഉണ്ട് കേട്ടോ. 1 ഹൈഡായിട്ട് പോണതാണ്. 1/x ഡി എക്സ് മാറണം. ഈ ഡി എക്സ് ഇങ്ങോട്ട് ക്രോസ് ആവും. അതായത് 1/x ഡി എക്സ് ഈക്വൽ ടു ഡി ടി എന്നായി. അവിടെ log xന് ടി എന്ന് വന്നാൽ ഇവിടെ ടിയും പിന്നെ ഡി എക്സ് നിൽക്കില്ല. ടിയിലേക്ക് മാറി ഒക്കെ ഡി ടിയിലേക്ക് ഇനി മാറിക്കൊള്ളണം. എക്സ് ആണെങ്കിൽ ഡി എക്സ്, ടി ആണെങ്കിൽ ഡി ടി, യു ആണെങ്കിൽ ഡി യു, എന്നാലേ ഇൻ്റഗ്രേഷൻ നടക്കുള്ളൂ. അപ്പോൾ log xന് ടി എന്ന് കൊടുത്തു. log xൻ്റെ ഡെറിവേറ്റീവ് എടുത്തു 1/x ഈക്വൽ ടു ടിയുടെ ഡി ടി ബൈ ഡി എക്സ് ക്രോസ് ചെയ്തു. കാരണം 1/x ഡി എക്സ് അങ്ങ് മാറിപ്പോണം, ഡി ടി ആവണം. അപ്പോൾ എന്താണ് അതിൻ്റെ ആൻസർ നോക്കൂ. ഇൻ്റഗ്രൽ log xന് ടി, അപ്പോൾ ടി സ്ക്വയർ, ഇവിടെ ഒരു 1 ഉണ്ടായിരുന്നു. 1/x ഡി എക്സ് എന്തായി മാറി? ഡി ടി ആയി മാറി. അപ്പോൾ ടി സ്ക്വയർ ഡി ടി എന്ന് എഴുതണം. ഈ ഡി ടി ഡി എക്സ് ഒക്കെ എപ്പോഴും ന്യൂമറേറ്ററിലേ വരുള്ളൂ കേട്ടോ, ഡിനോമിനേറ്ററിൽ എഴുതാൻ പാടില്ല. അതായത് ഈ log xന് ടി എന്ന് കൊടുത്തു. log xന് ടി, അപ്പോൾ ടി സ്ക്വയർ 1/x ഡി എക്സ് ഡി ടി. ടി സ്ക്വയർ ഡി ടി എന്ന് പറഞ്ഞാൽ ടി ക്യൂബ് ബൈ 3 പ്ലസ് സി. ടിയുടെ സ്ഥലത്ത് എന്താ വരിക? ടി ടി. ടിയുടെ പ്ലേസിൽ എന്താ? log x ആണല്ലേ. log x ഹോൾ ക്യൂബ് ബൈ 3 പ്ലസ് സി എന്നുള്ള ആൻസറാണ് നമുക്ക് ലഭ്യമായത്. ഒരിക്കൽ കൂടി ഞാൻ പറയാം, നിങ്ങൾ തുടക്കമാണെന്നുള്ള സ്ഥിതിക്ക് ഇവിടെ ഫൈൻ ഇൻ്റഗ്രൽ log x ഹോൾ സ്ക്വയർ ബൈ എക്സ് ഡി എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ് ഉപയോഗിക്കേണ്ടത്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വളരെയധികം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ log x സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. 2 കാര്യങ്ങൾ. log xൻ്റെ ഡെറിവേറ്റീവ് 1/x ആണ്. അപ്പോൾ അത് മാറിപ്പോണം. ഇവിടെ ടി എന്ന് കൊടുത്താൽ പിന്നെ എക്സ് നിൽക്കാൻ പാടില്ല എന്നാണ് മക്കളെ. ടീന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ ആയാലേ പിന്നെ ഡി ടിയുടെ ഫാമിലിക്കാരെ വരാൻ പാടുള്ളൂ. എക്സിൻ്റെ കുടുംബക്കാരെ ആരും അവിടെ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ log xന് ടി എന്ന് കൊടുത്തു. log xൻ്റെ 1/x, ടിയുടെ ഡി ടി ബൈ ഡി എക്സ് ക്രോസ് ചെയ്തു കണ്ട 1/x ഡി എക്സ് ഈക്വൽ ടു ഡി ടി. log xന് ടി കൊടുത്തപ്പോൾ ടി സ്ക്വയർ എന്നായി. 1/x ഡി എക്സ് ഇവിടെ 1 ഉണ്ട്. 1/x ഡി എക്സ് ഡി ടി ആണ്. ടി സ്ക്വയർ ഡി ടി എന്ന് പറഞ്ഞാൽ ടി ക്യൂബ് ബൈ 3 പ്ലസ് സി ആണ്. ടിയുടെ പ്ലേസിൽ log x കൊടുത്തു. log x ഹോൾ ക്യൂബ് ബൈ 3 പ്ലസ് സി എന്ന് കിട്ടി. അനദർ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഇൻ്റഗ്രൽ 2x സൈൻ എക്സ് സ്ക്വയർ പ്ലസ് 1 ഡി എക്സ്. നമുക്കറിയാം എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവാണ് 2x എന്നറിയാം. അതിലുപരിയായി ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ട്രിഗണോമെട്രിക് റേഷ്യോൻ്റെ ആംഗിളിൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന്. ട്രിഗണോമെട്രിക് റേഷ്യോൻ്റെ ആംഗിൾ പുട്ട് എക്സ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു ടി, എക്സ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു ടി. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x, 1ൻ്റെ 0 ഈക്വൽ ടു ഡി ടി ബൈ ഡി എക്സ്. മാറിപ്പോണ്ട ആൾക്കാർ നോക്കൂ. 2x ഡി എക്സ് അല്ലേ. 2x ഡി എക്സ് ക്രോസ് 2x ഡി എക്സ് ഈക്വൽ ടു ഡി ടി. കാരണം എക്സ് സ്ക്വയർ പ്ലസ് 1 ടി ആക്കി കഴിഞ്ഞാൽ പിന്നെ എല്ലാം ടിയുടെ ഫാമിലിയിലേക്ക് പോകണം. അപ്പോൾ അവിടെ എക്സ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു ടി. എക്സ് സ്ക്വയറിൻ്റെ 2x, 1ൻ്റെ 0, ടിയുടെ ഡി ടി ബൈ ഡി എക്സ് 2x ഡി എക്സ് ഡി ടി. അപ്പോൾ സൈൻ എക്സ് സ്ക്വയർ പ്ലസ് 1 ടി 2x ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡി ടി. 2x ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡി ടി. സൈൻ ടി ഡി ടി ബിക്കംസ് മൈനസ് കോസ് ടി പ്ലസ് സി ആണ്. യുവർ ഫൈനൽ ആൻസർ ഈസ് മൈനസ് കോസ് ടി എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് സി എന്ന് കിട്ടി. ടി എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് സി എന്ന് കിട്ടി. ദെൻ അനദർ ക്വസ്റ്റ്യനിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇൻ്റഗ്രൽ 1/x പ്ലസ് എക്സ് log x ഡി എക്സ്. ഈ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ഇനി ചോദ്യം ഞാൻ അവിടെ എഴുതുന്നില്ല. ഇൻ്റഗ്രൽ 1/x പ്ലസ് എക്സ് log x ഡി എക്സ്. ഈ എക്സ് കോമൺ ആണല്ലേ. എക്സ് അങ്ങ് ഞാൻ ഔട്ട് സൈഡിലെടുത്തു. ഈ എക്സ് ഔട്ട് സൈഡിലെടുത്തപ്പോൾ 1 പ്ലസ് എക്സ് ഔട്ട് സൈഡിലെടുത്തപ്പോൾ 1 പ്ലസ് log x ഡി എക്സ് എന്ന് കിട്ടി.
ഇവിടെ ആ ബ്രാക്കറ്റിനകത്ത് വന്നിരിക്കുന്ന ആൾക്ക് തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ആരാണ്? പുട്ട് 1 + log x, കാരണം ഡെറിവേറ്റീവ് ഉള്ളതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. 1 0 log x-ൻ്റെ 1/x കണ്ട 1/x dx മാറിക്കോളൂ. അപ്പോൾ log x-ൻ്റെ 1/x ടീയുടെ ആര് വന്നു? ടീയുടെ dt/dx. ടീയുടെ ആര് വന്നു? dt/dx. ഇതങ്ങ് ക്രോസ് ചെയ്തേ മക്കളെ. കണ്ട ഡി എക്സ് എപ്പോഴും ഇങ്ങോട്ട് ക്രോസ് ചെയ്യും. 1/x dx = dt ആണ്. കണ്ട 1/x dx ഞാൻ ഡിസൈൻ ചെയ്തിട്ടാണ്. കണ്ട 1/x dx അത് dt-യിലേക്ക് മാറും. dt / 1 + log x t ആണ്. dt / t log മോഡുലസ് t + e log മോഡുലസ് t. t ആരാണ്? 1 + log x ആണ് പ്ലസ് e. t എന്ന് പറഞ്ഞാൽ 1 + log x + e ആണ്. ശ്രദ്ധിക്കാം. പുട്ട് 1 + log x = t, 1 0 log x-ൻ്റെ 1/x = tയുടെ dt/dx 1/x dx = dt ഇൻ്റഗ്രൽ dt / t log മോഡുലസ് t + e log t എന്ന് പറഞ്ഞാൽ 1 + log x + e ആണ്. ദെൻ അനദർ ക്വസ്റ്റ്യൻ ഈസ് വെരി ഈസി ക്വസ്റ്റ്യൻ. നോക്കൂ, ഇൻ്റഗ്രൽ e⁻tan 1x / 1 + x² dx അല്ലേ? ഇൻ്റഗ്രൽ e⁻tan 1x / 1 + x² dx പവറിൽ കൊടുക്കണം എന്ന് പറഞ്ഞു. പവറിൽ അവിടെയും ഡെറിവേറ്റീവ് ഉള്ള tan 1x-ൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1/1 + x² തന്നെയാണ്. അപ്പോൾ പവറിൽ കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രൽ e⁻tan 1x / 1 + x² dx പുട്ട് tan 1x = t. tan 1x പവറിൽ കൊടുത്തു. tan 1x-ൻ്റെ ഡെറിവേറ്റീവ് 1/1 + x² = dt/dx ക്രോസ് ചെയ്യുക. 1/1 + x² dx = dt എന്ന് വരും അല്ലേ? 1/ ഇവിടെ 1 ഉണ്ടാവും കേട്ടോ, ഇവിടെ ഹൈഡാണ്. 1/1 + x² dx എന്ന് പറഞ്ഞാൽ dt ആണ്. ദെൻ യുവർ ഫൈനൽ ആൻസർ ഈസ്, ഞാൻ ഇവിടെ ഏതാണ് സ്പേസ് ഇല്ലാത്ത കാരണം, ഇൻ്റഗ്രൽ e⁻tan 1x-ന് t എന്ന് കൊടുത്തു. tan 1x-ന് t എന്ന് കൊടുത്തു. 1/1 + x² dx-ന് dt എന്ന് കൊടുത്തു. ഇൻ്റഗ്രൽ e⁻dt എന്ന് പറഞ്ഞാൽ e⁻t + e. യുവർ ആൻസർ ഈസ് e⁻t എന്ന് പറഞ്ഞാൽ tan 1x + e. t എന്ന് പറഞ്ഞാൽ tan 1x + e എന്ന് കിട്ടി. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം, ഇവിടെ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ കൂടുതൽ പ്രോബ്ലംസ് നമുക്കിനിയും ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷനിൽ ശ്രദ്ധിക്കേണ്ട പ്രാധാന്യം നിറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഡെറിവേറ്റീവ് ഉള്ളതിന് സബ്സ്റ്റിറ്റ്യൂഷൻ അടിസ്ഥാനപരമായി ഡെറിവേറ്റീവ് ഉള്ളതിന് സബ്സ്റ്റിറ്റ്യൂഷൻ നിർബന്ധമായും കൊടുത്തിരിക്കണം. സൗകര്യാർത്ഥം അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതിൻ്റെ ഭാഗമായി ബ്രാക്കറ്റ്, പവർ, ട്രിഗണോമെട്രിക് റേഷ്യോൻ്റെ ആംഗിളിൽ സബ്സ്റ്റിറ്റ്യൂഷൻ, റൂട്ടിനകത്തുള്ള വസ്തുക്കൾക്കും നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാറുണ്ട്. കൂടുതൽ പ്രോബ്ലത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായ ധാരണ തീർച്ചയായും ലഭ്യമാകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്, ഇൻ്റഗ്രൽ cot x log sin x dx. ആദ്യ ചോദ്യം, ഇൻ്റഗ്രൽ cot x log sin x dx. ശ്രദ്ധിക്കുക, ഇവിടെ ബ്രാക്കറ്റ് ഇല്ല, പവർ ഇല്ല, ഒന്നുമില്ല. ഡെറിവേറ്റീവ് ഉള്ള, അപ്പോഴാണ് അവിടുത്തെ പ്രസക്തി. ഡെറിവേറ്റീവ് ഉള്ളതിന് സബ്സ്റ്റിറ്റ്യൂഷൻ. ലോഗ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് നോക്കാം. പുട്ട് ലോഗ് സൈൻ എക്സ് = t. ലോഗ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് പറഞ്ഞേ, 1/sin x, സൈൻ എക്സിൻ്റെ കോസ് എക്സ് dt/dx. ലോഗ് സൈൻ എക്സ്, ഡെറിവേറ്റീവ് ഓഫ് ലോഗ് സൈൻ എക്സ് നോട്ട്ബുക്കിൽ എഴുതി വെച്ചോളൂ. ഡെറിവേറ്റീവ് ഓഫ് ലോഗ് സൈൻ എക്സ് കോട്ട് എക്സ് ആണ് കേട്ടോ. അതായത് ലോഗ് സൈൻ എക്സിൻ്റെ ഡിഫറൻസിയേഷൻ 1/sin x, സൈൻ എക്സിൻ്റെ കോസ് എക്സ്, എക്സിൻ്റെ 1, dx ഇങ്ങോട്ട് ക്രോസ് ചെയ്തു. കോസ് എക്സ് ബൈ സൈൻ എക്സ്, കോട്ട് എക്സ് dx = dt എന്ന് കിട്ടി അല്ലേ? അതെ, കോട്ട് എക്സ് dx അപ്പോൾ dt ആവും. അപ്പോൾ യുവർ ആൻസർ ഈസ്, ശ്രദ്ധിക്കുക, ലോഗ് സൈൻ എക്സിന് t എന്ന് വന്നു. കോട്ട് എക്സ് dx കണ്ട, കോട്ട് എക്സ് dx dt. അപ്പോൾ ഇൻ്റഗ്രൽ t dt എന്ന് പറഞ്ഞാൽ t²/2 + e ആണ്. ടിയുടെ പ്ലേസിൽ എന്ത് കൊടുക്കുക? ടിയുടെ പ്ലേസിൽ ലോഗ് സൈൻ എക്സ് എന്ന് കൊടുക്കുക. (2/2 + e ഈസ് ദ ഫൈനൽ ആൻസർ. അപ്പോൾ വൺസ് അഗെയിൻ ഇത് തെറ്റാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻ്റഗ്രൽ cot x log sin x dx, ഡെറിവേറ്റീവ് ഉള്ളതിന് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ നോട്ട്ബുക്കിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനകത്ത് കൃത്യമായ ധാരണ ഉണ്ടാകണം. ഡെറിവേറ്റീവ് ഓഫ് ലോഗ് സൈൻ എക്സ് കോട്ട് എക്സ്
എഴുതി വെക്കൂ. ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് സൈൻ എക്സ് എന്തുവാ? ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് സൈൻ എക്സ് കോട്ടെക്സ്. അപ്പോൾ പുട്ട് ലോഗ് സൈൻ എക്സ് ഈക്വൽ ടു ടി, 1 ബൈ സൈൻ എക്സ്, സൈൻ എക്സിൻ്റെ കോസ് എക്സ് ഈക്വൽ ടു ഡി ടി ബൈ ഡി എക്സ്. ക്രോസ് ചെയ്തപ്പോൾ കോട്ടെക്സ് ഡി എക്സ് ഈക്വൽ ടു ഡി ടി. ഇൻ്റഗ്രൽ ടി ഡി ടി, ടി സ്ക്വയർ ബൈ 2 പ്ലസ് സി. ടി എന്ന് പറഞ്ഞാൽ ലോഗ് സൈൻ എക്സ് ആണ്. ലോഗ് സൈൻ എക്സ് ഹോൾ സ്ക്വയർ ബൈ 2 പ്ലസ് സി എന്ന് കിട്ടി. രണ്ടാമത്തെ ഇൻ്റഗ്രൽ കോസ് റൂട്ട് എക്സ് ബൈ റൂട്ട് എക്സ് ഡി എക്സ്. അവിടെ ട്രിഗണോമെട്രിക് റേഷ്യോൻ്റെ ആംഗിൾ എടുക്കാം, അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഉള്ളതിന് തന്നെ കൊടുക്കാം. റൂട്ട് എക്സ് ഈക്വൽ ടു ടി, ടി എന്ന് തന്നെ കൊടുക്കണമെന്നില്ല, യു ആയാലും കുഴപ്പമൊന്നുമില്ല. റൂട്ട് എക്സിന് ടി എന്ന് കൊടുത്താൽ റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ് ആണ്. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ് ഈക്വൽ ടു ഡി ടി ബൈ ഡി എക്സ്. നമ്മുടെ ആൻസറിനകത്ത് മാറേണ്ടതിൽ 1/√x ഡി എക്സ് ഉള്ളൂ. ഈ 2 അധികപ്പറ്റ ഇയാളിങ്ങോട്ട് കയറി വരുന്നു. 1/√x ഡി എക്സ്. ഈ 2 ഇവിടെ ഇല്ല, മാറേണ്ട സ്ഥലത്തില്ല. അപ്പോൾ 2 ക്രോസ് ചെയ്യാം. 2 ഡി ടി കണ്ട 1/√x ഇവിടെ 1 ഉണ്ടാവും കേട്ടോ. 1/√x ഡി എക്സ് മാറേണ്ട. 2 അധികപ്പറ്റ ആയ കാരണം 2 ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് കടക്കും. അപ്പോൾ യുവർ ആൻസർ ഈസ് എന്താ? ആൻസർ കിട്ടുക ഈക്വൽ ടു ഇൻ്റഗ്രൽ കോസ് റൂട്ട് എക്സിന് ടി എന്ന് കിട്ടി, കോസ് ടി 1/√x ഡി എക്സ് എന്ന് പറഞ്ഞാൽ 2 ഡി ടി ആണ്. 2 ഡി ടി. 2 ഔട്ട്സൈഡ് ഇൻ്റഗ്രൽ കോസ് ടി ഡി ടി. 2 ഇൻ്റഗ്രൽ കോസ് ടി എന്ന് പറഞ്ഞാൽ സൈൻ ടി പ്ലസ് സി. 2 സൈൻ ടിയുടെ സ്ഥലത്ത് റൂട്ട് എക്സ് പ്ലസ് സി എന്ന് കിട്ടി. ദിസ് ഈസ് ദ ആൻസർ. വൺസ് അഗെയിൻ കോസ് റൂട്ട് എക്സ് ബൈ റൂട്ട് എക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ്റഗ്രൽ കോസ് റൂട്ട് എക്സ് ബൈ റൂട്ട് എക്സ് ഡി എക്സ്. പുട്ട് റൂട്ട് എക്സ് ഈക്വൽ ടു ടി, റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ് ഈക്വൽ ടു ഡി ടി ബൈ ഡി എക്സ്. നമ്മൾ പ്രോബ്ലത്തിലേക്ക് സൂക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധ്യമാകുന്നത് ഇവിടെ 2 കൂടുതലാണ്. ആ 2 അങ്ങ് ക്രോസ് ചെയ്യുക, ഇവിടെ ഡി എക്സ് എടുക്കുക. 1/√x ഡി എക്സ് ഈക്വൽ ടു 2 ഡി ടി എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ കോസ് ടി 1/√x ഡി എക്സ് എന്ന് പറഞ്ഞാൽ 2 ഡി ടി. 2 ഔട്ട്സൈഡ് ഇൻ്റഗ്രൽ കോസ് ടി ഡി ടി. 2 ഇൻ്റഗ്രൽ കോസ് ടി ഡി ടി എന്ന് പറഞ്ഞാൽ സൈൻ ടി പ്ലസ് സി. 2 സൈൻ റൂട്ട് എക്സ് പ്ലസ് സി. ദെൻ അനദർ ക്വസ്റ്റ്യൻ ഈസ് ഇൻ്റഗ്രൽ സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ √1 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഡെറിവേറ്റീവ് ഉള്ളതിന് സബ്സ്റ്റിറ്റ്യൂഷൻ. പുട്ട് സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു ടി, സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/√1 മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു ഡി ടി ബൈ ഡി എക്സ്. സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു ടി, സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/√1 മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു ഡി ടി ബൈ ഡി എക്സ് അല്ലേ, സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ. അപ്പോൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ 1/√1 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു ഡി ടി. കറക്റ്റ് അല്ലേ നോക്കൂ. 1/√1 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഡി ടി ആണ്. സൈൻ ഇൻവേഴ്സ് എക്സിന് ടി, അവിടെ 1/√1 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു ഡി ടി എന്ന് കിട്ടി. ടി സ്ക്വയർ ബൈ 2 പ്ലസ് സി എന്ന് കിട്ടി. എന്താണ് ടി? സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. യുവർ ആൻസർ ഈസ് സൈൻ ഇൻവേഴ്സ് എക്സ് ഹോൾ സ്ക്വയർ ബൈ 2 പ്ലസ് സി ഈസ് ദ ഫൈനൽ ആൻസർ. ദെൻ അനദർ ക്വസ്റ്റ്യൻ ഈസ് ഇൻ്റഗ്രൽ 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കാം, സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കാതെയും ചെയ്യാവുന്ന ഒരു ഡിറക്റ്റ് ഷോർട്ട് കട്ട് മെത്തേഡാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ശ്രദ്ധിക്കാം, ഇൻ്റഗ്രൽ 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ആ ചോദ്യത്തെ ശരിയായ രീതിയിൽ ഒന്ന് നിരീക്ഷിച്ച് നോക്കൂ. ഇൻ്റഗ്രൽ 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ ന്യൂമറേറ്റർ. സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കാം കേട്ടോ, സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ച് ചെയ്യാം. ഞാൻ കുറച്ചും കൂടി ഈസി ആക്കാണ്. ചില പ്രോബ്ലംസ് നമുക്ക് അങ്ങനെ കിട്ടും. സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും ചെയ്യേണ്ട, ഡയറക്റ്റ് ആൻസർ. അങ്ങനെ ഡയറക്റ്റ് ആൻസർ വരുമ്പോൾ അതന്നെ കുറച്ചും കൂടി എളുപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം. 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. 1ൻ്റെ ഡെറിവേറ്റീവ് 0. ഈ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x. അപ്പോൾ നോട്ട്ബുക്കിൽ എഴുതൂ, ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവാണ് ന്യൂമറേറ്റർ എങ്കിൽ ആൻസർ ഈസ് ആൾവേസ് ലോഗ് ഓഫ് മോഡുലസ് ഡിനോമിനേറ്റർ. യുവർ ആൻസർ ഈസ് ലോഗ് മോഡുലസ് 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് സി. എന്താണ് എഴുതേണ്ടത് മക്കളെ? നമുക്ക് ഒരുമിച്ച് പറയാം. എന്ത് പറയാം? ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവാണ് ന്യൂമറേറ്റർ എങ്കിൽ ആൻസർ ഈസ് ആൾവേസ് ലോഗ് ഓഫ് മോഡുലസ് ഡിനോമിനേറ്റർ. വൺസ് അഗെയിൻ പറഞ്ഞോളൂ. ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവാണ് ന്യൂമറേറ്റർ എങ്കിൽ ആൻസർ ഈസ് ആൾവേസ് ലോഗ് ഓഫ് മോഡുലസ് ഡിനോമിനേറ്റർ പ്ലസ് സി. വൺസ് അഗെയിൻ
വളരെ പ്രാധാന്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും ആധികാരികമായി നിങ്ങളോട് സംസാരിക്കുന്നതും ക്ലാസ് എടുക്കുന്നതും. അപ്പോൾ അത്രയും ശ്രദ്ധ നിങ്ങളിൽ ഉണ്ടാവണം. ശ്രദ്ധിക്കുക, ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവാണ് ന്യൂമറേറ്റർ എങ്കിൽ, ഒന്ന് പറഞ്ഞ എല്ലാവരും, ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവാണ് ന്യൂമറേറ്റർ എങ്കിൽ ആൻസർ ഈസ് ആൾവേസ് log of modulus denominator plus c. 1ന്റെ ഡെറിവേറ്റീവ് 0, x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x, x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x ആണ്. അപ്പോൾ യുവർ ആൻസർ ഈസ് ഇന്റഗ്രൽ 2x ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു ലോഗ് മോഡുലസ് 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് സി ഈസ് ദ ഫൈനൽ ആൻസർ. അനദർ ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ 4x പ്ലസ് 2 റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഡി എക്സ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ഇൻ്റഗ്രൽ 4x പ്ലസ് 2. ഞാൻ ഈ കണക്കിൽ 4x പ്ലസ് 2 2 അങ്ങ് ഔട്ട് സൈഡിൽ എടുത്തു. അപ്പോൾ 2x പ്ലസ് 1 എന്ന് കിട്ടി അല്ലേ. 2 ഔട്ട് സൈഡ്, 2 ഇൻറ്റു 2x പ്ലസ് 1 റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഡി എക്സ്. ഡെറിവേറ്റീവ് ഉള്ളതിന് സബ്സ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ റൂട്ടിനകത്തുള്ള ആൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഞാൻ അകത്തുള്ള ആൾക്ക് കൊടുത്തു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു ടി. ഈ എക്സ് സ്ക്വയറിൻ്റെ 2x, എക്സിൻ്റെ 1, 1ൻ്റെ 0 ഡി ടി ബൈ ഡി എക്സ്. ഇവിടെ 2x പ്ലസ് 1 ഡി എക്സ് മാറണം, ക്രോസ് 2x പ്ലസ് 1 ഡി എക്സ് ഈക്വൽ ടു ഡി ടി. 2 is a constant outside, 2x plus 1 dx dt, root t dt. 2 outside integral, root t becomes t raised to 1 by 2 dt. 2 t raised to 1 by 2 എന്ന് പറഞ്ഞാൽ 1 by 2 plus 1 3 by 2 by 3 by 2 plus c. Then your answer is 2 into 3 by 2, 2 by 3, t raised to 3 by 2 plus c, 4 by 3, t raised to 3 by 2 plus c is the final answer. Once again, 4x plus 2 root of x square plus x plus 1 dx. ഈ 4x plus 2 2 അങ്ങ് ഔട്ട്സൈഡിൽ എടുത്തു. 2 ഔട്ട്സൈഡിൽ എടുത്തപ്പോൾ 2 into 2x plus 1 root of x square plus x plus 1 dx. Put x square plus x plus 1 equal to t. x square derivative 2x plus 1 equal to dt by dx. Just cross multiplication, 2x plus 1 dx equal to dt. 2 ഔട്ട്സൈഡിലേക്ക് കൊടുത്തപ്പോൾ ഇൻ്റഗ്രൽ, 2 ഔട്ട്സൈഡിൽ കൊടുത്തപ്പോൾ ഇൻ്റഗ്രൽ ഇവിടെ x square plus x plus 1 2 integral root t dt equal to 2 integral root t t raised to 1 by 2 dt, 2 t raised to 1 by 2 plus 1 3 by 2 by 3 by 2. ആ 3 by 2 നെ റെസിപ്രോക്കൽ എടുത്തപ്പോൾ 2 by 3, 2 into 2 by 3 4 by 3, t raised to 3 by 2 plus c എന്ന് എഴുതി. ഈ ചോദ്യത്തിൻ്റെ ആൻസറിലേക്ക് കിടക്കാണ്. ഇൻ്റഗ്രൽ 1 by x മൈനസ് റൂട്ട് എക്സ് ഡി എക്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ ഞാൻ റൂട്ട് എക്സ് ഔട്ട്സൈഡിൽ എടുത്തു കേട്ടോ. 1 by, അപ്പോൾ റൂട്ട് എക്സ് ഔട്ട്സൈഡിൽ എടുത്തപ്പോൾ ഈ എക്സ് കിട്ടണമെങ്കിൽ അവിടെ റൂട്ട് എക്സ് എന്ന് വരും, -1 ഡി എക്സ്. ശരിയല്ലേ? നോക്കൂ, റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എക്സ് ആണല്ലേ. റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എക്സ് മൈനസ് റൂട്ട് എക്സ് എന്ന് കിട്ടി. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാണ്. പുട്ട് റൂട്ട് എക്സ് -1 ഈക്വൽ ടു ടി എന്ന് കൊടുത്തു. അപ്പോൾ റൂട്ട് എക്സ് -1 ഈക്വൽ ടു ടി. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 by 2 റൂട്ട് എക്സ് എന്ന് കിട്ടി, 1ൻ്റെ 0. ടിയുടെ ഡി ടി ബൈ ഡി എക്സ് ആണ്. ക്രോസ് ചെയ്തു. നമ്മുടെ ആൻസറിനകത്ത് ഇവിടെ നോക്കൂ, 1 by റൂട്ട് എക്സ് ഡി എക്സ് ആണ് മാറേണ്ടത്. 2 അധികപ്പറ്റാണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. 1 by റൂട്ട് എക്സ് ഡി എക്സ് ഈക്വൽ ടു 2 ഡി ടി. 2 അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോയി. അപ്പോൾ യുവർ ആൻസർ ഈസ് എന്ത് കിട്ടി മക്കളെ? 1 by റൂട്ട് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ 2 ഡി ടി ആണ്. 2 കോൺസ്റ്റൻറ്റ് ഔട്ട്സൈഡ്, ഡി ടി ഡിവൈഡ് ബൈ ബാക്കി ആരുണ്ട്? റൂട്ട് എക്സ് -1ന് ടി ഉണ്ട്. റൂട്ട് എക്സ് -1ന് വെറും ടി. ഇത് 1 by റൂട്ട് എക്സ് ഡി എക്സ് അങ്ങ് മാറി. ഇനി റൂട്ട് എക്സ് -1ന് ടി ആണ് എന്ന് പറഞ്ഞ് 2 ലോഗ് മോഡുലസ് ടി പ്ലസ് സി. യുവർ ആൻസർ ഈസ് 2 ലോഗ് മോഡുലസ് ടി ബിക്കംസ് റൂട്ട് എക്സ് -1 പ്ലസ് സി എന്നാണ്. നിരവധി തവണ പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. ചോദ്യം ഇതാണ്, ഇൻ്റഗ്രൽ 1 by x മൈനസ് റൂട്ട് എക്സ് ഡി എക്സ്. ഞാൻ ആരെ ഔട്ട്സൈഡിൽ എടുക്കണം? ആരെ ഔട്ട്സൈഡിൽ എടുത്തു? റൂട്ട് എക്സിനെ ഔട്ട്സൈഡിൽ എടുത്തു. എന്തിനെടുത്തു? റൂട്ട് എക്സിന് ഔട്ട്സൈഡിൽ എടുത്തു. അപ്പോൾ റൂട്ട് എക്സിന് ഔട്ട്സൈഡിൽ എടുത്തപ്പോൾ 1 by റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് -1 പുട്ട് റൂട്ട് എക്സ് -1 ഈക്വൽ ടു ടി. റൂട്ട് എക്സിൻ്റെ 1 by 2 റൂട്ട് എക്സ് ഈക്വൽ ടു ഡി ടി ബൈ ഡി എക്സ്. ക്രോസ് ചെയ്തപ്പോൾ 1 by റൂട്ട് എക്സ് ഡി എക്സ് ഈക്വൽ ടു 2 ഡി ടി. ആ 1 by റൂട്ട് എക്സ് ഡി എക്സിന് 2 പുറത്ത്. ഇൻ്റഗ്രൽ ഡി ടി ബൈ ടി 2 ലോഗ് മോഡുലസ് ടി പ്ലസ് സി. 2 ലോഗ് മോഡുലസ് ടി. ടി ആരാണ്? റൂട്ട് എക്സ് -1
പ്ലസ് സി എന്നാണ്. ഇത് വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. ഇൻ്റഗ്രൽ 1 പ്ലസ് ലോഗ് എക്സ് ഹോൾ സ്ക്വയർ ബൈ എക്സ് ഡി എക്സ് നമുക്കിവിടെ ചെയ്യാമത്. അപ്പോൾ എന്താണത്? പുട്ട് ഏത് കണക്ക്? ഈ പ്രോബ്ലം അല്ലേ? ഇൻ്റഗ്രൽ 1 പ്ലസ് ലോഗ് എക്സ് ഹോൾ സ്ക്വയർ ബൈ എക്സ് ഡി എക്സ്. പുട്ട് 1 പ്ലസ് ലോഗ് എക്സ് ഈക്വൽ ടു ടി എന്ന് കൊടുത്തു. 1ൻ്റെ 0 ലോഗ് എക്സിൻ്റെ 1 ബൈ എക്സ് ഡി ടി ബൈ ഡി എക്സ് ആസ് യൂഷ്വൽ ക്രോസ് 1 by x dx equal to dt. Then your answer is 1 plus log x equal to t. Integral t square 1 by x dx dt. T square dt becomes t cube by 3 plus c. t equal to എന്ത് കൊടുക്കണം? 1 plus log x whole cube by 3 plus c എന്ന് കൊടുത്തു. Then your answer is 1 plus log x equal to t. 1ൻ്റെ 0 log x 1 by x equal to dt by dx. 1 by x dx equal to dt. അപ്പോൾ 1 plus log x ന് t കൊടുത്തപ്പോൾ ഇൻ്റഗ്രൽ t സ്ക്വയർ 1 by x dx ന് dt കൊടുത്തപ്പോൾ t സ്ക്വയർ dt. t സ്ക്വയർ dt becomes t cube by 3 plus c. ആ ടിയുടെ പ്ലേസിൽ 1 plus log x whole cube എന്ന് കൊടുത്തു by 3 plus c. Your final answer is 1 plus log x whole cube by 3 plus c എന്ന് എഴുതി. ഈ ലാസ്റ്റ് പ്രോബ്ലം ഒന്ന് നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? അതിൻ്റെ ആൻസർ ഇവിടെ എഴുതാവുന്നതുള്ളൂ. ഇൻ്റഗ്രൽ 10x raised to 9 plus 10 raised to x log 10 dx divided by x raised to 10 plus 10 raised to x. Once again, integral 10x raised to 9 plus 10 raised to x log 10 divided by x raised to 10 plus 10 raised to x dx. ഒരിക്കൽ കൂടി പറയാം. ഇൻ്റഗ്രൽ 10x raised to 9 plus 10 raised to x log 10 by x raised to 10 plus 10 raised to x dx. എന്താ ഫീൽ ചെയ്യുന്നത്? ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ ന്യൂമറേറ്റർ? നോക്കൂ, എക്സ് റേസ് ടു 10ൻ്റെ ഡെറിവേറ്റീവ് 10x raised to 9. ഡെറിവേറ്റീവ് ഓഫ് എ റേസ് ടു എക്സ്, എ റേസ് ടു എക്സ് ലോഗ് എ. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് 10 raised to x 10 raised to x log 10. ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്റർ എങ്കിൽ ആൻസർ ഈസ് ആൾവേസ് log ഓഫ് മോഡുലസ് ഡിനോമിനേറ്റർ. log x raised to 10 plus 10 raised to x plus c എന്ന് കിട്ടി. മറന്നുപോയ കുട്ടികൾക്ക് എഴുതിയെടുക്കാം. d by dx of a raised to x becomes a raised to x log a. d by dx of 10 raised to x becomes 10 raised to x log 10. ക്ലിയർ? ഇപ്പം മനസ്സിലായി കാണും. എക്സ് റേസ് ടു 10ൻ്റെ ഡെറിവേറ്റീവ് എക്സ് റേസ് ടു എൻ എക്സ് റേസ് ടു n minus 1 10x raised to 9 plus 10 raised to x 10 raised to x log 10. ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്റർ എങ്കിൽ ആൻസർ ഈസ് ആൾവേസ് log ഓഫ് മോഡുലസ് ഡിനോമിനേറ്റർ. യുവർ ഫൈനൽ ആൻസർ ഈസ് log മോഡുലസ് എക്സ് റേസ് ടു 10 പ്ലസ് 10 raised to x plus c എന്നാണ് നിങ്ങൾക്ക് ലഭ്യമാകുന്ന ആൻസർ.